ഇന്ത്യസ് എന്തായാലും കഥ ഇപ്പൊ തന്നെ എന്തൊരു വെയിലാ. നല്ല വിശപ്പും എന്തെങ്കിലും കഴിക്കാണ്ട് മുന്നോട്ട് പോകില്ല. ഈ വിശപ്പിന്റെ കാര്യം ഞാൻ പറയാൻ വരായിരുന്നു. നമ്മൾ എവിടെ പോയാ കഴിക്കുക? നമുക്ക് എവിടെയെങ്കിലും തപ്പി പിടിച്ചാൽ പോരെ? ഈ ചൂടൊക്കെ കൂടുതലുള്ളതുകൊണ്ടേ ഫുഡ് ഇൻഫെക്ഷനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കൂടുതലും ഈ വേനൽക്കാലത്തൊക്കെ ഈ ചൂട് കൂടുതലുള്ളതുകൊണ്ട് ഫുഡ് പെട്ടെന്ന് കേടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് കണക്കിലെടുക്കേണ്ടത്. പലപ്പോഴും ഭക്ഷണം വാങ്ങി കഴിക്കാൻ വൈകുക, നമ്മൾ ഫുഡ് ഓർഡർ ആപ്സ് വഴി ഓർഡർ ചെയ്യുന്ന ഫുഡൊക്കെ പലപ്പോഴും വീട്ടിലെത്തി അത് കുറേ കഴിഞ്ഞ് ലേറ്റായിട്ടായിരിക്കും കഴിക്കുക. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ എപ്പോഴും അത് ഈ ഒരു റിസ്ക് എപ്പോഴും കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ കഴിച്ചതിന് ശേഷമുള്ള ഭക്ഷണം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ദിവസം ചൂടാക്കി കഴിക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് കൂടുതൽ റിസ്കി ആയിട്ടുള്ളത്. ഇന്ത്യസ് എന്താ കഴിക്കുക? മെനു വരട്ടെ. മെനു വന്നിട്ടാ ഇത് തീരുമാനിച്ചു. എന്തൊക്കെയല്ലേ? നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നൊരു കാര്യം നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം ഹൈജീനിക് ആണോ, എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ അടിക്കുന്നൊരു കാര്യം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റുകൾ എത്രത്തോളം ഹൈജീനിക് ആണ്, എത്രത്തോളം അവർ ഫുഡ് നമ്മൾ സേഫ്റ്റി ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും. ഭക്ഷണം കഴിക്കാൻ വരുന്നവർ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ പറ്റാത്തതുമായിട്ട് ഫുഡുകളുണ്ട്. ഇപ്പോൾ ചിലവർക്ക് ഈ പ്രോൺസ്, ഷെൽഫിഷ് കഴിക്കാൻ പറ്റാത്തവരുണ്ട്, പാല് കഴിക്കാൻ പറ്റാത്തവരുണ്ട്, വീറ്റ് ഐറ്റംസ് കഴിക്കാൻ പറ്റാത്തവരുണ്ട്, ഈ മഷ്റൂംസ് കഴിക്കാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളാണ്, ഹെൽത്ത് ഇഷ്യൂസ്, സ്കിന്ന് കാര്യങ്ങളെല്ലാം നോക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്കത് ക്ലാരിറ്റി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓർഡർ എടുക്കാൻ വരുന്ന ഒരാളടുത്ത് നമ്മൾ ചോദിക്കാൻ പറ്റും, നമുക്ക് ഇതിൽ മിൽക്ക് ആഡഡ് ആണോ അല്ലെങ്കിൽ ഇതിൽ വീറ്റ് ആഡഡ് ആണോ എന്നുള്ളത് അവർക്ക് ചോദിക്കാൻ പറ്റും. അവരുടെ സൈഡിൽ നമുക്കത് വിശ്വാസമായുള്ള യോഗ്യമായിട്ടുള്ള ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് കഴിക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അതായത് ഫസ്റ്റ് ഔട്ട് എന്നൊരു പരിപാടിയുണ്ട്, ഫിഫോ എന്നൊരു പരിപാടി. ആ ഫിഫോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഫസ്റ്റ് വന്ന സാധനം ഫസ്റ്റ് യൂസ് ചെയ്യുക. ഈ റോ മെറ്റീരിയൽ ആയാലും വെജിറ്റബിളായി എന്തായാലും സ്റ്റോക്ക് വെക്കാതിരിക്കുക. സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ഭക്ഷ്യവിഷവാദികൾ ഓരോന്ന് കയറി വെജിറ്റബിൾ ആയാലും അതാ ഡെയിലി യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ യൂസ് ചെയ്യുക. മീറ്റായാലും അതുപോലെ തന്നെ സ്റ്റോക്ക് വയ്ക്കാണ്ട് ഡെയിലി യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുക. പിന്നെ ഫ്രീസർ ടെമ്പറേച്ചർ എപ്പോഴും നോർമലായിരിക്കണം. അതായത് ഫിഷ് വെക്കുന്നതായാലും മീറ്റ് വെക്കുന്നതായാലും ചിക്കൻ വെക്കുന്നതായാലും അതിൻ്റെ സെപ്പറേറ്റ് അതതിൻ്റെ രീതിയിൽ ഓരോ ടെമ്പറേച്ചറിൽ ഓരോന്നില്ല. വെജിറ്റബിൾ വെക്കുന്നതും ടെമ്പറേച്ചർ ഡെയിലി റൊട്ടേറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് പോവുക. കൂടുതലായിട്ടും നിർത്താതെയുള്ള വയറിളക്കം, അടുപ്പിച്ചുള്ള വയറിളക്കം അല്ലെങ്കിൽ ഛർദി, ഇതൊക്കെ ഒരുപക്ഷെ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്നൊരു വിഷബാധയെപ്പറ്റി അതൊരു തന്നേക്കാം. പറ്റുവാണെങ്കിൽ ORS അല്ലെങ്കിൽ കരിക്കും വെള്ളം, അങ്ങനെയുള്ള നമ്മുടെ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. വിഷമാകരുത് ഭക്ഷണം. ഇംതിയാസ് കരീമിനും ഷിജിൻ നരിപ്പറ്റയ്ക്കുമൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.